നമസ്കാരം. രാവിലെ 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ ആരും പുറത്തിറങ്ങരുത്. സെൽഫ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണം. കനത്ത ചൂടാണ്. എന്നാലും പുറത്തിറങ്ങിയ ആളുകളിൽ ചില ആളുകൾക്കൊക്കെ ഇവിടെ സൂര്യാഘാതം ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അകത്തും പുറത്തും ഇരിക്കാൻ കഴിയാത്ത മറ്റൊരു പ്രശ്നം കൂടെ നമ്മളിപ്പോൾ നേരിടുന്നുണ്ട്. പാമ്പിന്റെ ശല്യം, വിഷജീവികളുടെ ശല്യം. വീടിനകത്ത് ആളുകൾക്ക് പാമ്പ് കടിയേൽക്കുന്നു, പുറത്തിറങ്ങുന്ന ആളുകൾക്കും പാമ്പ് കടിയേൽക്കുന്നു. അതുപോലെ തന്നെ നേരം പോക്കിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് വീട്ടിലിരിക്കാം. ആ ഇരിക്കുന്ന സമയത്ത് നേരം പോക്കിന് നമുക്കൊന്ന് സോഷ്യൽ മീഡിയ നോക്കാമെന്ന് തോന്നിയാൽ അവിടെയും പ്രശ്നമാണ്. അവിടെയും വിഷജന്തുക്കൾ വിഹരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അമ്പലത്തിനോട് ചേർന്ന ഒരു സ്ഥലത്ത് ഇവിടെ ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വല്ലാതെ വിഷം തുപ്പി. ഇന്നലെയും ആ വിഷം തുപ്പലിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. BJP നേതാവ് പ്രതീഷ് വിശ്വനാഥൻ അതിലൂടെ ഒരു കുറിപ്പ് ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്, ഞങ്ങളിൽ എല്ലാവരും ഇവിടെ വർഗീയവാദികളല്ല, തീവ്രവാദികളല്ല, കുറച്ചാളുകൾ മാത്രമേ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുള്ളൂ എന്നാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ആ കുറച്ചാളുകളെ മനസ്സിലാക്കാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പ്രതീഷ് വിശ്വനാഥൻ ഇന്നലെ FB-യിൽ കുറിച്ചത്. ഇന്നും അയാളുടെ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ഈ വെടിക്കെട്ട് വേണ്ട എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും. എന്തായാലും വെടിക്കെട്ട് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് പ്രതീഷ് വിശ്വനാഥൻ നായരുടെ FB-യിൽ ഇന്ന് കുറിച്ചിരിക്കുന്നത്. എന്നാലും ഈ പ്രതീഷ് വിശ്വനാഥനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വിഷം തുപ്പുന്ന മറ്റാളുകളുമൊക്കെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു ഇടപെടൽ നടത്തി. ആ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആ വാർത്ത ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും വായിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആ സൂക്കേടും കുത്തിക്കഴപ്പും ആ ചൊറിച്ചിലുമൊക്കെ ആ വാർത്ത ഒരു 10 തവണ വായിച്ചാൽ മാറിക്കിട്ടും. അതായത് വേണുഗോപാലൻ എന്നു പേരുള്ള കാഞ്ഞങ്ങാട് സ്വദേശി, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള വേണുഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ മാർച്ച് 17-ാം തീയതി മുതൽ UAE-യിലെ ഷാർജയിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്ന് പോരണമെങ്കിൽ, നാട്ടിലേക്ക് പോരണമെങ്കിൽ, അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു ഈ ചികിത്സയിലിരിക്കെ. ഈ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടണമെങ്കിൽ ഏകദേശം 75 ലക്ഷം രൂപ ആശുപത്രിയിൽ അടക്കണമായിരുന്നു. ഇത് അടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ പെട്ടുകിടക്കുകയായിരുന്നു. അങ്ങനെ പെട്ടുകിടന്നിരുന്ന ആ മനുഷ്യന്റെ ബന്ധു ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ഒരു കൗൺസിലർ, അവരുടെ പേര് സീമ എന്നാണ്, ആ പേര് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ആരോ ആകട്ടെ, അവരിവിടെ സഹായം അഭ്യർത്ഥിച്ച് പ്രാദേശിക ലീഗ് പ്രവർത്തകരെ സമീപിച്ചു. അവര് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ നേരിട്ട് ഈ സീമയ്ക്ക് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനായി. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തി. ആ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി വേണുഗോപാലൻ എന്നു പേരുള്ള ആ സഹോദരന്റെ മൃതദേഹം അത് വിട്ടുകിട്ടാനിടയായി. 75 ലക്ഷം രൂപ അടക്കാൻ ഇവിടെ ആശുപത്രി അധികൃതർ പറഞ്ഞ സമയത്ത് അത് അടക്കാൻ മാർഗമില്ല എന്നവർ ആശുപത്രി അധികൃതരെ ആദ്യം അറിയിച്ചിരുന്നു. ആ സമയത്ത് ചെറിയൊരു തുക വിട്ടുകൊടുത്തു. അപ്പോഴും ഏകദേശം ഒരു 50 ലക്ഷത്തിന് മുകളിൽ തുക ആശുപത്രിയിൽ അടക്കണമായിരുന്നു. അതും അടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ലീഗ് നേതാക്കന്മാരെയും അതുപോലെ തന്നെ KMCC-യുടെ ഭാരവാഹികളെയും ഒക്കെ ഈ സീമ കണ്ടത്. അങ്ങനെ സീമയോട് നേരിട്ട് പോയി സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നതിന് വേണ്ടി പ്രാദേശിക ലീഗ് നേതൃത്വം അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെ തങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരവും ഉണ്ടാക്കി. എന്നാലും ഈ ആശുപത്രി ഷംസീർ വയലിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവാസി വ്യവസായി MA യൂസഫ് അലി സാഹിബിന്റെ മരുമകന്റെ ആശുപത്രിയായിരുന്നു. ഷംസീർ വയലിന്റെ ആശുപത്രിയായിരുന്നു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഷംസീർ വയലിനെ നേരിട്ട് ഫോണിൽ വിളിച്ചു. ഈ സമയത്ത് രാജ്യസഭാ MP ഹാരിസ് ബീരാനും ഷംസീർ വയലിനോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാനാകില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് പറഞ്ഞു. ഏറ്റവും അവസാനം ഇവിടെ 40,000 ദിർഹം മാത്രം അടച്ച് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. 40,000 ദിർഹം എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി 10 ലക്ഷത്തിന് മുകളിൽ തുക വരും. എന്തായാലും ആ തുക അവിടുത്തെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, മറ്റ് സംഘടനകളൊക്കെ പിരിച്ചെടുത്ത് ആ തുക അടച്ച് വേണുഗോപാലിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒരുക്കി. ഈ നടപടികൾക്ക് നേതൃത്വം കൊടുത്തത്, ആദ്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. വെള്ളാപ്പള്ളി നടേശന്റെയും അതുപോലെ തന്നെ ശശികലയുടെയും RV ബാബുവിന്റെയും പ്രതീഷ് വിശ്വനാഥിന്റെയും ഒക്കെ
അഭിപ്രായത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു തീവ്രവാദ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ്, അതായത് പട്ടിൽ പൊതിഞ്ഞ പാഷാണമാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നൊക്കെ അഭിപ്രായപ്പെട്ട ആളുകളാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും അതുപോലെ തന്നെ ശശികലയാണെങ്കിലും പ്രതീഷ് വിശ്വനാഥനാണെങ്കിലും. എന്തായാലും അത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ ആ പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത മനുഷ്യന്റെ പേരും നമുക്കിവിടെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. ഷംസീർ വയലിൽ എന്ന് പേരുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. MA യൂസഫ് അലി സാഹിബിന്റെ മരുമകനാണ്. ഷാർജയിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലായിരുന്നു വേണുഗോപാലൻ ചികിത്സ തേടിയിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം, ഭൗതികദേഹം വീട്ടുകാർക്ക് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വെള്ളാപ്പള്ളി നടേശന്റെയും അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥനെ പോലുള്ള ഈ വർഗീയവാദികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി FBയിലൊക്കെ പോസ്റ്റ് ഇട്ട പ്രതീഷ് വിശ്വനാഥന്, ശശികലക്കൊക്കെ ഈ വാർത്ത ഒരു ദിവസം 10 തവണയെങ്കിലും വായിച്ചാൽ അല്ലെങ്കിൽ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നിലവിൽ നിങ്ങളുടെ കുത്തിക്കഴപ്പിന് തൽക്കാലം ഒരു സമാധാനം കിട്ടും എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.